ഒരാളെ വെട്ടുകത്തി കൊണ്ട് കൊലപ്പെടുത്തിയാൽ അത് വെട്ടുകത്തി അല്ലെങ്കിൽ കാണുന്ന ആളുകൾ വെടിവെച്ചാൽ തോക്ക് ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ അങ്ങ് ഈ കേസ് ഇതിന്റെ വിചാരണ നടക്കുമ്പോൾ അപ്പോൾ എത്രമാത്രം ഒരു സമ്മർദ്ദത്തിലൂടെ പരീക്ഷണത്തിലൂടെ ആയിരിക്കും അങ്ങ് വ്യക്തിപരമായി കടന്നു പോയിക്കൊണ്ടിരുന്നത്? അത് ഈ ന്യൂസ് 18-ലെ അങ്ങയുടെ ഈ ചോദ്യം വളരെ വിലപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഒരു ആയുധം നമുക്ക് കണ്ടെത്താൻ ഇതിനകത്ത് കഴിയില്ല എന്ന് മാത്രവുമല്ല, പ്രോസിക്യൂഷന്റെ കേസ് തന്നെ ഒരു പാരക്വിറ്റ് എന്ന വിഷം ഷാരോൺ രാജിന് കൊടുത്ത് കൊലപ്പെടുത്തിയ കേസ് എന്നാണ്. എന്നാൽ ഒരു ചെറിയ ഒരു അംശം പോലും പാരക്വിറ്റ് ശരീരത്തിലോ വസ്ത്രത്തിലോ രക്തത്തിലോ അല്ലെങ്കിൽ മറ്റ് വിസർജ്യങ്ങളിലോ ഒരിടത്തും തന്നെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്ന ഒരു കേസാണിത്. കാരണം അത് വിഷം കൊടുക്കുന്നത് 14-ാം തീയതിയാണ്, മരിക്കുന്നത് 25-ാം തീയതിയാണ്. 11 ദിവസങ്ങൾക്ക് ശേഷമാണ്, 12ാമത്തെ ദിവസമാണ് FIR എടുക്കുന്നത്, പിന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നത്. അപ്പോഴേക്കും 3 ഡയാലിസിസുകൾക്കും ഈ ഷാരോൺ വിധേയനായി കഴിഞ്ഞിരുന്നു. എല്ലാ തെളിവുകളും നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ആ നഷ്ടപ്പെട്ട തെളിവുകൾ എന്ന് പറയുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നഷ്ടപ്പെട്ടത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ വിദഗ്ധ അഭിപ്രായങ്ങളും ഡോക്ടർമാരുടെ സേവനവും ഷാരോണിനെ ചികിത്സിച്ച മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഒരു നിതാന്ത ജാഗ്രതയും ആ മെഡിക്കൽ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും, മെഡിക്കൽ ആണെങ്കിലും യൂറോളജി, ന്യൂറോളജി, അതുപോലെ ENT, ഈവൻ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ്, അവിടെ ഡിലീറിയം എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയതിന്റെ കാരണമൊക്കെ വളരെ വിശദമായിട്ട് ശാസ്ത്രീയമായിട്ട് കോടതിയിൽ തെളിയിക്കപ്പെട്ടു. അപ്പൊ അതിന്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തെളിവുകളിലൂടെ നമുക്ക് ഈ കേസ് തെളിയിക്കാൻ പോലീസിനും കഴിഞ്ഞത്, അത് കോടതിയെ കൺവിൻസ് ചെയ്തിട്ട് ശിക്ഷ ഉറപ്പാക്കുവാനും കഴിഞ്ഞത്.